സ്വന്തം നാട്ടില് ഗുണ്ടയായിട്ട് ജീവിച്ചവന് നാടൊരിക്കലും മാപ്പ് തരില്ല. അവിടെ അവനെ നശിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും. അവര് പത്തി താഴ്ത്തി ജീവിക്കുന്ന ശത്രുവിനെ പരതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കാഴ്ച കണ്ണിപ്പെട്ട അവര് വാളെടുക്കും, അടങ്ങിയവനെ അടിച്ചൊതുക്കാൻ, അവന്റെയും അവന്റെ ആൾക്കാരുടെയും തലയെടുക്കാൻ. ആചാരവെടി പൊട്ടിക്കഴിഞ്ഞു. തോറ്റ് പിന്മാറില്ലെന്ന് നോട്ടീസ് ഒട്ടിച്ചു. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ? എന്നെ നന്നാക്കാൻ എന്നെക്കാൾ ആഗ്രഹിക്കുന്ന നിങ്ങളൊക്കെ തന്നെ പറഞ്ഞതാ. നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്താ? പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറി അറപ്പ് മാറിയോമാരെ വീണ്ടും അങ്ങോട്ട് വിട്ട് കാര്യമില്ല. ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കുന്നവർക്ക് ഇരുട്ടത്തല്ല, വെളിച്ചത്ത് തന്നെ മറുപടി കൊടുക്കണം. നേർക്ക് നേർ നിന്ന് തന്നെ. രുദ്ര, എന്റെ വിയർപ്പാണ് ഈ ചിതറിക്കിടക്കുന്നെങ്കിൽ എനിക്കിത്രയും നോവില്ലായിരുന്നു. ഞാൻ ഇത്രയും അപമാനിതനാവില്ലായിരുന്നു. ആവശ്യപ്പെടാതിരുന്നിട്ടും എനിക്ക് ദാനമായിട്ട് സാറ് തന്നതാ ഈ കട. അത് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിലും കഴിയുന്നത് ചിലതുണ്ട്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. അക്രമത്തിലേക്കാണോ ഇനി രുദ്രന്റെ യാത്ര? ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. എങ്കിലും ഇനി എന്റെ വഴി ശരിയുടേതായിരിക്കും. ഞാൻ എന്റെ മാർഗം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. നല്ലൊരു തുക എനിക്കായിട്ട് വലിച്ചെറിഞ്ഞു. നന്ദിയുണ്ട്. ആ കടം എപ്പോഴെങ്കിലും ഞാൻ വീട്ടിക്കോളാം. രുദ്രൻ എന്തൊക്കെയാ പറയുന്നേ? കടമായിട്ടല്ല ഞാൻ ആ തുക രുദ്രന്. എന്നാലും എനിക്കത് കടം തന്നെയാ. അങ്ങനെ പോലും ആരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. ചോരക്കറ കയ്യിലിനി ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചു. അതൊരു പരാജയമായിരുന്നു. ഭീരുമായിട്ട് മരിക്കാൻ താല്പര്യമില്ല. മരിക്കുമ്പോഴും അതിനും വേണം അതിൻ്റെതായ ഒരു അന്തസ്സ്. കണ്ടോ, താറുമാറായി കിടക്കുന്നത് കണ്ടോ? ഇതൊന്നും കാണാനുള്ള ത്രാണിയില്ലാത്തോണ്ടാ ജബ്ബാർക്ക് ഇങ്ങോട്ട് വരായിരുന്നത്. എനിക്കിത് സഹിക്കാൻ പറ്റണില്ല സാറേ. ഇത് ചെയ്തവന്മാരെയൊക്കെ വെട്ടി കണ്ടിക്കണം, വെട്ടി നുറുക്കണം. ചാലക്കമ്പളത്തിൽ പണി ഉണ്ടായിരുന്നതാ, അതും കളഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഉള്ളതും പോയി. ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ അവതരിപ്പിക്കുന്നു കുങ്കുമപ്പൂവ്, പവേർഡ് ബൈ ഫ്രാൻസിസ് ആലുക്കാസ്. കുങ്കുമപ്പൂവ് പവേർഡ് ബൈ ഫ്രാൻസിസ് ആലുക്കാസ്. അവന്റെ തിളപ്പിനിട്ട് കിട്ടിയ തിരിച്ചടിയായി ഈ കടപൊളിക്കൽ. അതുപോലെ നാളെ അവനെയും പിച്ചി ചീന്തി തെരുവിൽ കിടത്തണം. ധീരനായ അവനെ നാലാള് കാണുക തന്നെ. എന്ന് വെച്ചാ സാറിനെ അമ്മാതിരി തല്ലല്ലേ ആ ദുഷ്ടൻ തല്ലിയച്ചു പോയത്. ഇനിയിപ്പോ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല കടിയ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ അതെന്നോട് പറഞ്ഞിട്ട് വേണം ചെയ്യാനെന്ന്. ഇവിടെ എന്താ ഇപ്പൊ ഒരു കുഴപ്പം? അവന്റെ ശക്തി ചോർന്നു പോകുന്ന പരിപാടിയല്ലയോ കടിയും ചെയ്തത്? ആര് പറഞ്ഞു ഒരു കട തകർത്തോണ്ട് അവന്റെ ശക്തി ചോർന്നു പോകുന്നു?
ഇല്ലാതെ ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിന് തുടക്കമാവും അവന്. ജീവിക്കാൻ സമ്മതിക്കാത്തവർക്കെതിരെ പൊരുതാൻ അവൻ മനസ്സിനെ സജ്ജമാക്കും. നഷ്ടപ്പെട്ട ധൈര്യം സംഭരിക്കും. ഗുണ്ടായുസത്തുനിന്ന് ഓടിയൊളിച്ച എല്ലാ കരുത്തിനും തിരിച്ചു വരുന്നത് ഇങ്ങനെ തന്നെ. അതുകൊണ്ട് സമാധാനിക്കാൻ വകയില്ല. കരുതി നടക്കുന്നതാവും കടിയാൻ നല്ലത്. അപകടം അടുത്തുണ്ടെന്ന ധാരണയിൽ ജീവിക്കുന്നതാവും നല്ലത്. എല്ലാവരും പോയി. ഭാര്യയും അവക്ക് ജനിച്ച കുഞ്ഞുമൊക്കെ. അവസാനം നല്ലവനാവാൻ ശ്രമിച്ചപ്പോ അതിന് സമ്മതിക്കുന്നില്ല. എന്നെങ്കിലും ഭാര്യ മടങ്ങി വരികയാണെങ്കിൽ മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഭർത്താവിനെ കണ്ടോട്ടെ എന്ന് കരുതിയ ഇഷ്ടമായില്ലെങ്കിൽ കൂടി പ്രൊഫസർ ജയന്തിയിൽ നിന്നും സൗജന്യം സ്വീകരിച്ചത്. അവരാ കടയുടെ താക്കോല് തന്നപ്പോ അത് തന്റെ ഇടത്തോടു കൂടി വാങ്ങിയത്. അതും തല്ലി തകർത്ത സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നിരിക്കുക, ഉണ്ടാക്കിയിരിക്കുക. തല്ലി തൂക്കണമെന്നാ? നീയൊരു ഭീതിയായിട്ട് വളർന്നാലേ അടങ്ങേണ്ടവനൊക്കെ അടങ്ങൂ. അവനൊക്കെ മാളത്തിലൊളിക്കൂ. ഉപദേശവുമായി പ്രൊഫസർ ജയന്തിയും ജഗന്നാഥൻ സാറും തമ്പാ സാറും ഒക്കെ വരാം. അതൊക്കെ ഒരു പരിധിവരെ കേട്ടാ മതി. നമ്മള് സ്വയരക്ഷയ്ക്ക് ആയുധമെടുക്കുകയാണ് നല്ലതെന്ന് തോന്നിയാൽ പിന്നെ പിന്നോക്കം പോകുന്നതിൽ അർത്ഥമില്ല രുദ്ര. ചതിയെ കൂടപ്പിറപ്പായി കൊണ്ടു നടക്കുന്ന, ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ശൈലി എനിക്കില്ല. ഈ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ രുദ്രനിപ്പോ മിന്നൽ പരിശോധന നടത്തുന്നുണ്ടാവും. രുദ്രൻ സ്വന്തമായി ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചതാ.